10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള ഒന്നാമത്തെ ചാപ്റ്ററാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പഠന പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ചിത്രത്തിലെ അടുക്കളയിൽ ഏതൊക്കെ വൈദ്യുത ഉപകരണങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടെത്തുക. വാട്ട് ആർ ദി ഇലക്ട്രിക്കൽ ഡിവൈസസ് അറേഞ്ച്ഡ് ഇൻ ദിസ് കിച്ചൺ? ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. നിങ്ങൾ കണ്ടെത്തിയ ഉപകരണങ്ങളിലെല്ലാം നാം നൽകുന്നത് വൈദ്യുതോർജ്ജമാണ്. ഈ ഉപകരണങ്ങളുടെ ഉപയോഗവും അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റവും നിങ്ങൾ പട്ടികപ്പെടുത്തുക. റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ചസ് ഇൻ ദം വിത്ത് റെസ്പെക്ട് ടു ദെയർ യൂസ്. നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുക. അടുത്തതായി നിങ്ങൾ ഈ പട്ടികയിൽ നിന്നും എത്തിച്ചേരുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ്? 1. ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡിഫറെൻ്റ് ഫോംസ് ഓഫ് എനർജി. വൈദ്യുതോർജ്ജത്തെ നമുക്ക് വിവിധ ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റുവാൻ കഴിയും. 2. The useful form of energy into which a device converts electrical energy is considered as the effect of electric current on that device. വൈദ്യുതോർജ്ജത്തെ ഒരു ഉപകരണം ഏത് ഊർജ്ജരൂപത്തിലേക്കാണോ മാറ്റുന്നത് അതായിരിക്കും അതിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം. ഒരു പഠന പ്രവർത്തനം കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. We are familiar with so many electrical devices in our daily life. Write down in your science diary the effect of electric current on each of them. നിത്യജീവിതത്തിൽ നമുക്ക് ധാരാളം വൈദ്യുത ഉപകരണങ്ങൾ പരിചിതമാണല്ലോ. അവ ഓരോന്നിലെയും വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഉദാഹരണമായി, ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എനർജി ആയാണ് മാറ്റുന്നത്. അതിനാൽ ഇൻഡക്ഷൻ കുക്കറിലെ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റാണ്. നമുക്ക് ആദ്യമായി ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് ആ ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള സമവാക്യത്തിലേക്ക് പോകാം. കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് I ഇസ് ഈക്വൽ ടു Q ബൈ T. ഇവിടെ കറണ്ടിനെ സൂചിപ്പിക്കാൻ I എന്ന അക്ഷരവും ചാർജിനെ സൂചിപ്പിക്കാൻ Q എന്ന അക്ഷരവും ടൈമിനെ സൂചിപ്പിക്കാൻ T എന്ന അക്ഷരവും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഇസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. ഇവിടെ ചാർജിൻ്റെ യൂണിറ്റ് കൂളോം ആണെന്നും ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്നും നിങ്ങൾക്കറിയാം. അതിനാൽ കറണ്ടിൻ്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് ഓർ ആംപിയർ. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തു വച്ചേക്കാം. 1 കൂളോം ഇസ് ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ്. അതായത് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോണുകളുടെ ചാർജാണ് ഒരു കൂളോം എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻−19 കൂളോമാണ്. ഇനി കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്ത് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഈ 4 പ്രോബ്ലങ്ങളും നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം.
ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് the amount of charge that passes through the filament of a certain light bulb in 2 seconds is 1.67 coulomb. നിങ്ങൾ ആ ചോദ്യം വായിച്ചു നോക്കി അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് ടൈമാണ്. ടൈമിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ടി. ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്, സമയം 2 സെക്കൻഡ്. അടുത്ത് തന്നിരിക്കുന്നത് ചാർജാണ്. ചാർജിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? ക്യൂ. ക്യൂ ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 1.67 കൂളോം. ഇനി നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദി ലൈറ്റ് ബൾബ്? ഈ ബൾബിലെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാണ്? ഐ. ഐ ഇസ് ഈക്വൽ ടു, കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഓക്കെ, ക്യൂ എത്രയാണ്? 1.67 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 2 സെക്കൻഡ്. അപ്പോൾ 1.67നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? നിങ്ങൾ ഭാഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.835 ആംപിയർ എന്നാണ്. അതായത് ഭാഗിക്കുമ്പോൾ നിങ്ങൾക്ക് 0.835 എന്ന് കിട്ടും. പിന്നെ കറണ്ടിന്റെ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ആംപിയർ. ഓക്കെ, ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് പാസ് ത്രൂ ദി ഫിലമെന്റ് ഇൻ 1 സെക്കൻഡ്? 1 സെക്കൻഡിൽ ഈ ഫിലമെന്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2 സെക്കൻഡിൽ ഈ ഫിലമെന്റിലൂടെ കടന്നു പോകുന്ന ചാർജ് എത്രയാണ്? 1.67 കൂളോം ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 സെക്കൻഡിൽ ഈ ഫിലമെന്റിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ 2 സെക്കൻഡിൽ 1.67 കൂളോം ചാർജ് പാസ് ചെയ്യുന്നു എങ്കിൽ 1 സെക്കൻഡിൽ എത്ര ചാർജ് ആയിരിക്കും പാസ് ചെയ്യുക? 2 സെക്കൻഡിൽ 1.67 കൂളോം ആണെങ്കിൽ 1 സെക്കൻഡിൽ 1.67 ഡിവൈഡഡ് ബൈ 2 കൂളോം ആയിരിക്കും. അപ്പൊ 1 സെക്കൻഡിൽ എത്രയാണ്? 1 സെക്കൻഡില് 1.67നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.835 കൂളോം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 സെക്കൻഡിൽ കടന്നു പോകുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 കൂളോം ഇസ് ഈക്വൽ ടു എത്ര ഇലക്ട്രോൺസ് ആണ്? 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന് തുല്യമാണ്. 1 കൂളോം എന്ന് പറയുന്നത് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസിന്റെ ചാർജ് ആണ്. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എത്ര കൂളോം? 0.835 കൂളോം ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 1 കൂളോം എന്ന് പറയുന്നത് 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസിന്റെ ചാർജിന് തുല്യമാണെങ്കിൽ 0.835 കൂളോമിൽ എത്ര ഇലക്ട്രോൺസ് കാണും? ആ ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് 0.835നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 6.25 ഇൻറ്റു 10⁻18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നിങ്ങളിത് ഗുണിച്ച് നോക്കുക. ആദ്യം 0.835നെ 6.25 ഇൻറ്റു 10⁻18 കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5.22 ഇൻറ്റു 10⁻18 എന്നായിരിക്കും. അത്രയും ഇലക്ട്രോൺസ് ആണ് 0.835 കൂളോം ചാർജിൽ ഉള്ളത്.